പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമുക്ക് ഒന്നിച്ചു ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ ഈ ഫേസ്ബുക്ക് പേജിനെ ഓർക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അവരെല്ലാം ശുശ്രൂഷകൾ ദൈവം ധാരാളമായിട്ട് മാനിച്ചനുഗ്രഹിക്കട്ടെ. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 21-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിത്യജീവൻ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ക്ലാസ് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യും. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിരിക്കുന്നത് 6-ാം അധ്യായത്തിൽ നിന്ന് തന്നെ. കാരണം കർത്താവായ യേശുക്രിസ്തു പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. അതുകൊണ്ട് 1-2 ക്ലാസ്സും കൂടെ ഈ അധ്യായത്തിൽ നിന്നും ചിന്തിക്കണമെന്നാണ് ഞാൻ കർത്താവ് ശരണപ്പെടുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിരിക്കുന്നത് 6-ാം അധ്യായത്തിൻ്റെ 33, 34, 35 വേദഭാഗങ്ങൾ. ഞാനൊന്ന് വേഗത്തിൽ വായിക്കാം. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരയണമെന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന്. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അത് മാത്രമല്ല, ഈ 6-ാം അധ്യായത്തിൽ തന്നെ ഏതാണ്ട് 7 പ്രാവശ്യത്തിൻ്റെ അടുത്ത് കർത്താവ് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച വിഷയം തന്നെയാണ് 5 അപ്പവും 2 മീനും കൂടി വന്ന് ജനത്തിന് വീതിച്ചു കൊടുത്ത് 12 കൊട്ട ബാക്കി ശേഷിപ്പിച്ച് ആ ഒരു അത്ഭുത പ്രവൃത്തിയോടനുബന്ധിച്ചാണ് കർത്താവ് തൻ്റെ ആശയത്തെ വെളിപ്പെടുത്തുന്നത്. കാരണം നിങ്ങളിപ്പോൾ കഴിച്ച അപ്പം അത് നശിച്ചു പോകുന്ന ആഹാരമാണ്. എന്നാൽ യഥാർത്ഥ അപ്പം ഞാൻ തന്നെയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ സ്വർഗമെന്ന പദം പറഞ്ഞിരിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് ഏതാണ്ട് 222 പ്രാവശ്യമാണ് സ്വർഗമെന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതില്ലാത്ത സ്ഥലമൊന്നുമല്ല. അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിൽ ആവർത്തിച്ച് ഈ 222 പ്രാവശ്യം 2 നിയമങ്ങളിലുമായിട്ട് അത് എഴുതേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, പുതിയ നിയമത്തിയിട്ട് കടന്നു വരുമ്പോൾ അത് സ്വർഗരാജ്യമെന്ന് മത്തായി വെളിപ്പെടുത്തുകയാണ്. ഏതാണ്ട് 32 പ്രാവശ്യമാണ് മത്തായി സ്വർഗരാജ്യമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള സുവിശേഷകന്മാരും പൗലോസും എല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യമെന്നാണ്. ഏതാണ്ട് 68 പ്രാവശ്യം മറ്റുള്ള എഴുത്തുകളിൽ ദൈവരാജ്യം എന്ന പദവും കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതുമാത്രമല്ല, നരകം എന്ന പദം 17 പ്രാവശ്യവും പാതാളം എന്ന പദം 76 പ്രാവശ്യവും വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ഉള്ളതാണോ പാസ്റ്ററെ? തീർച്ചയായിട്ടും ഇത് ഉള്ളതാണ്. ഇതിനെക്കുറിച്ചെങ്കിലും ഒന്ന് ജനം പഠിച്ചാൽ താങ്കൾ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന ബോധ്യമെങ്കിലും ഉണ്ടാകും. നരകവും പാതാളവും 2 പാതാളം എന്ന് പറയുന്നത് സബ് ജയിലും നരകം എന്ന് പറയുന്നത് സെൻട്രൽ ജയിലുമാണ്. ഒരു മനുഷ്യൻ മരിച്ച
അവൻ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ കടന്നു ചെല്ലുന്നത് സബ് ജയിലായ പാതാളത്തിലേക്കാണ്. വീണ്ടും ആ മനുഷ്യന് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. അവനൊരു ഉയർപ്പുണ്ട്. പിന്നെ എന്നേക്കും നിത്യമായി ഉള്ള ശിക്ഷയാകുന്ന ആ നരകാഗ്നിയിലേക്ക് തള്ളുന്നു എന്നാണ് നാം വിശുദ്ധ ബൈബിൾ പ്രകാരം പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെയുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ മാത്രം ഈ സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടും ഒന്നാണോ പാസ്റ്ററെ? വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ പല ഉപമകളും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ രണ്ട് പദങ്ങൾക്കും ഒരേ അർത്ഥമാണ് വരുന്നത്. എന്നാൽ മറ്റൊരു ആംഗിളിൽ ഒന്ന് വേർതിരിച്ച് പഠിക്കുമ്പോൾ ദൈവരാജ്യം എന്നത് പുത്രന്റെ രാജ്യമാണ്. അത് ഭൂമിയിൽ സ്ഥാപിതമായി കഴിഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ പുത്രന്റെ രാജ്യം ഇവിടെ സ്ഥാപിതമായി. ഒരിക്കൽ ഞാനിത് മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പുത്രന്റെ രാജ്യം എവിടെ? അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1:13 പറയുന്നത്, നിങ്ങളെ വിളിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ പുത്രന്റെ രാജ്യം ഇവിടെ സ്ഥാപിതമായി. ആ പുത്രന്റെ രാജ്യത്തെ ദൈവരാജ്യം എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2:7 നിങ്ങൾ ക്രിസ്തുയേശുവിൽ ഉയർപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രതീകമാണ്. ദൈവരാജ്യം തന്നെയാണ് ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്നത്. എന്നാൽ പുത്രൻ പൂർണ്ണ അധികാരം ഏറ്റുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ ഹല്ലേലൂയ, പുത്രൻ രാജ്യത്വം ഏറ്റെടുത്ത് രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പുത്തനെരുശലേം ഒരു സ്വർഗരാജ്യം തന്നെ വെളിപ്പെടുകയാണ്. ഇറങ്ങി വന്ന് ഇവിടെ പൂർവ്വ അധികാരത്തോടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ. ആ പ്രാർത്ഥന, കർത്തൃപ്രാർത്ഥന വെറുതെ ഒന്നുമല്ല. ദൈവത്തിൻ്റെ രാജ്യം ഇപ്പോൾ സ്ഥാപിതമായതും അക്ഷരീകമായതും യഥാർത്ഥമായതുമായ രാജ്യം. ഓക്കെ, നമുക്ക് സ്വർഗരാജ്യം എന്ത് എന്ന് നമുക്കൊന്ന് വിശുദ്ധ ബൈബിൾ പ്രകാരം ഒന്ന് ചിന്തിക്കുമ്പോൾ, ഇവിടെ കർത്താവ് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് സ്വർഗരാജ്യം എന്ത് എന്ന് ചോദിച്ചാൽ ഒരു ബൈബിൾ പഠിതാവിന് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് പറയുവാൻ കഴിയണം, എണ്ണിപ്പറയുവാൻ കഴിയണം. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വന്നതും കർത്താവായ യേശുക്രിസ്തു കയറിപ്പോയതുമായ സ്ഥലമാണ് സ്വർഗം. ദൈവവചനത്തിൽ വ്യക്തമായ അതിൻ്റെ തിരുവെഴുത്തുകളുണ്ട്. നാം ഇപ്പോൾ വായിച്ച 6:33-41 6-ാം അധ്യായത്തിൽ തന്നെ ഏതാണ്ട് 7 പ്രാവശ്യത്തിൽ പരം കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ഓർക്കണം, കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വരികയും കയറിപ്പോയതുമായ ഒരിടമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. അപ്പം കർത്താവിൻ്റെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഈ അപ്പം മനുഷ്യർക്ക് ജീവനെ കൊടുക്കുന്നതാകുന്നു. 6:33 കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞു. 6:41
പിന്നെ 6:51 പറയുകയാണ്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വന്നത് എവിടെ നിന്ന് എന്ന് നാം മനസ്സിലാക്കണം. ധന്യനായ പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അപ്പൊ കർത്താവ് ഇറങ്ങി വന്നത് സ്വർഗത്തിൽ നിന്നാണെന്ന് വ്യക്തമാക്കുകയാണ്. അവൻ പൂർണ്ണ ദൈവവും മനുഷ്യനും തന്നെയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ്, അവൻ ദൈവമായിരിക്കുന്നവനാണ്. അപ്പൊ കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നതിന് നമുക്ക് തെളിവുണ്ട്. കർത്താവ് തന്നെ വാമൊഴിയായി നമ്മളോട് പറഞ്ഞിരിക്കുന്നു. പിന്നെ ദൂതന്മാർ പറയുകയാണ്, കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ ദൂതന്മാർ 500-ൽ പരം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോസ്തല പ്രവൃത്തി 1:11. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനിയോസ് കാണുന്നു. ആ കയറിപ്പോയ കർത്താവ് എന്ത് ചെയ്യുന്നു എന്നും എവിടെയാണെന്നും സ്തെഫാനിയോസ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രം ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗം എന്ത് എന്ന് ചോദിച്ചാൽ, എന്താണ് സ്വർഗം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ കഴിയണം, കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വന്നതും കയറിപ്പോയതുമായ സ്ഥലമാണ് സ്വർഗരാജ്യം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വാസസ്ഥലമാണ് സ്വർഗം. ദൈവം വസിക്കുന്നിടമാണ് സ്വർഗം. സ്വർഗം ദൈവം വസിക്കുന്നിടമാണ്. ഈ സ്വർഗം എന്ന കൺസെപ്റ്റ് ലോകമതങ്ങൾ മുഴുവൻ എടുത്ത് പഠിച്ചാലും ഭൂരിഭാഗം മതങ്ങളും പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥലമില്ല. ബുദ്ധമതം എടുത്ത് പഠിക്കുമ്പോൾ ബുദ്ധമതത്തിൽ ദൈവമേ ഇല്ല. അവർ ദൈവവിശ്വാസികളല്ല, അവർ നിരീശ്വരവാദികളാണ്. ജൈനമതം എടുത്ത് പഠിക്കുമ്പോൾ അതിൽ ദൈവമില്ല, അവർ നിരീശ്വരവാദികളാണ്. അതുപോലെ തന്നെ ചാർവാക മതം എടുത്ത് പഠിക്കുമ്പോൾ അതിലും ദൈവമില്ല, അവരും നിരീശ്വരവാദിത്വമാണ്. ഇവിടെയുള്ള നിരീശ്വരവാദികളും ഒരു മതത്തിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. മതമെന്ന വാക്കിന് അർത്ഥം അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിരീശ്വരവാദികളും ഒരു മതമാണ്, അവർക്കും ഒരു അഭിപ്രായമുണ്ട്, ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല എന്നല്ല. എന്നാൽ ഇത് ഉണ്ട് എന്ന് പറയുന്നത് സ്വരാഷ്ട്രീയ മതം പറയുന്നു. നരകമുണ്ട്, അവിടെ മനുഷ്യന് ശിക്ഷ ലഭിക്കുമെന്നും, സ്വർഗമുണ്ട് എന്നും അത് ജയിക്കുന്നവരെത്തപ്പെടുന്നു എന്നും. യഹൂദന്മാരും സ്വർഗത്തിൽ വിശ്വസിക്കുന്നു. കാരണം അവരുടെ പൂർവികന്മാര് സ്വർഗത്തെക്കുറിച്ച് ധാരാളം വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം വസിക്കുന്ന ഇടത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ആവർത്തനം 26:15 പറയുന്നത്, ദൈവത്തിന്റെ വാസസ്ഥലമാണ് സ്വർഗം. ക്രിസ്തുമതം പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാം മതവും സ്വർഗം വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ശരീരത്തോടെ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. കാരണം 72 ഹൂറിമാരെ എല്ലാം ലഭിക്കുകയും ലോപലൂപമായിട്ട് ജീവിക്കുന്ന ഒരു സ്വർഗത്തെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന സ്വർഗം അതല്ല.
ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിനിൽ വിശ്വസിച്ച, വിശുദ്ധ ജീവിതം നയിച്ച, കർത്താവിൽ വിശ്വസിച്ച് മരിക്കുന്ന വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നതാണ്. അവിടെ ഈ ശരീരമല്ല, തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. അവിടെ വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോരുന്നില്ല. അവിടെ സ്ത്രീയും പുരുഷനുമില്ല, എല്ലാവരും ദൂതന്മാരെ പോലെയാണ്. അപ്പൊ വിശുദ്ധ ബൈബിളിലെ സ്വർഗം എന്ന് പറയുന്നത് മരിച്ചു ഭൂമിയിൽ നിന്നും പോകുന്ന വിശുദ്ധന്മാര് തേജസ്കരിക്കപ്പെട്ട ശരീരവുമായിട്ട് പോകുന്നു. എന്നാൽ അവിടെ വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചുമൊന്നുമല്ല, ഒരു ഹൂറിമാരുമില്ല, എല്ലാവരും ദൈവദൂതന്മാർക്ക് തുല്യരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്, സ്വർഗം എല്ലാവരും പറയുന്നുവെങ്കിൽ ആ സ്വർഗത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരുവാൻ പുതിയ നിയമത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് ദൈവത്തിന്റെ വാസസ്ഥലമാണ് സ്വർഗം. ആവർത്തന പുസ്തകം 26:15 നിന്റെ വിശ്വസ്ത വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്നും നോക്കി നിന്റെ ജനമായ ഇസ്രയേലിനെയും നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഞങ്ങൾക്ക് തന്ന ദേശം പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ. അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാര് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗം. എന്താ അവർക്ക് അത് ലഭിക്കുവാൻ കാരണം? അവരുടെ പിതാക്കന്മാർക്കെല്ലാം അത് ദൃഷ്ടാന്തമായിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നും അബ്രഹാമിന്റെ അടുത്ത് ഇറങ്ങി വരുന്ന ദൈവം, അബ്രഹാമിനോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ദൈവം, ഇസഹാക്കിന് പ്രത്യക്ഷനായ ദൈവം, യാക്കോബിന് പ്രത്യക്ഷനായ ദൈവം, മോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവം, അവരെല്ലാം ദൃഷ്ടാന്തമായിട്ട് അതെല്ലാം എന്താണ്? പിതാക്കന്മാർക്ക് ദൃഷ്ടമായതാണ്. സാങ്കല്പികമായ ഒരു ദൈവമോ ഒരു ദൈവസങ്കല്പമോ അല്ല. അപ്പൊ സ്വർഗമുണ്ട് എന്നും ദൈവം അവിടെ വസിക്കുന്നുവെന്നും യഹൂദൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. പിന്നീട് യഹൂദന് ശേഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കുകയാണ്. കാരണം എന്താ? കർത്താവായ യേശുക്രിസ്തു തന്നെ സ്വർഗത്തെയും കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. മൂന്നാമത് ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നിടമെന്ന് ദാവീദ് പറയുകയാണ്. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീരപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളുമെന്ന് സങ്കീർത്തനം 20:6. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും. അപ്പൊ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം. അവരെല്ലാം അത് അനുഭവിച്ചറിഞ്ഞവരാണ്. അതുപോലെ നാലാമത്തെ പോയിന്റ്, ദൂതന്മാരും വിശുദ്ധന്മാരും രാപ്പകൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടമാണ് സ്വർഗം. അപ്പൊ അത് അതിവിശുദ്ധ സ്ഥലമാണ്, ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നിടമാണ്. കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വന്നതും കയറിപ്പോയതുമായ ഇടമാണ്. നാലാമത് തിരുവചന പ്രകാരം നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് 7:11 നാം വായിക്കുന്നത്, ദൂതന്മാരും വിശുദ്ധന്മാരും രാപ്പകൽ ആർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് നാം കാണുകയാണ്. അവിടെ നാം വായിക്കുന്നത്, സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കമിഴ്ന്നു വീണു. അപ്പൊ സ്വർഗമുണ്ട്, അവിടെ ഒരു സിംഹാസനവുമുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. യെശയ്യാപ്രവാചകൻ കണ്ടതുപോലെ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന ഒരു സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു.
അപ്പൊ ഇതിനെല്ലാം ഒരു വ്യക്തതയുണ്ട്, ഒരു സാങ്കല്പികമല്ല. വിശുദ്ധ ബൈബിൾ പ്രകാരം സ്വർഗമുണ്ട്, നരകമുണ്ട്, പാതാളമുണ്ട്. പിന്നെയും ഭൂമിക്കടിയിൽ തലങ്ങളുണ്ട്. അതും പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. ഈ ഭൂമിക്കടിയിൽ പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടാകുന്ന മെറീന ഗർദം കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയിലേക്ക് ധാരാളം ഇടങ്ങളുണ്ട്. വിശുദ്ധ ബൈബിള് നന്നായി പഠിക്കുന്നവർക്ക് അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട്. ഭൂമിക്കടിയിൽ എന്തെല്ലാം ഉണ്ട് എന്നും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നെല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ പുസ്തകമുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകമാണ്. കാരണം അതിൽ മാത്രമേ ഇതിന്റെ ആരംഭത്തെയും അവസാനത്തെയും കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വർഗം എന്ന് പറയുന്നത് ദൂതന്മാരും വിശുദ്ധന്മാരും രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണത്. തീർന്നില്ല. പിന്നെയും പറയുകയാണ്, വെളിപ്പാട് 22:5 നാം വായിക്കുമ്പോൾ രാത്രിയിലെ സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചം ആവശ്യമില്ല, കർത്താവ് അവിടെ പ്രകാശിക്കുന്നു എന്ന്. ഭൂമിയിൽ വന്ന ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ പ്രകാശിക്കുകയാണ്. അപ്പൊ സ്വർഗത്തില് ഈ സൂര്യപ്രകാശമോ ചന്ദ്രന്റെ ചെറിയ വെളിച്ചത്തിന്റെ ഒന്നും ആവശ്യമില്ല. അത് പ്രകാശപൂരിതമാണ്. കർത്താവായ യേശുക്രിസ്തു അവിടെ പ്രകാശിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. കാരണം എന്താ? ഈ കാണുന്ന ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോകാനുള്ളതാ. അങ്ങനെ തന്നെ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നതാ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. മനുഷ്യർക്ക് ദൈവം വെച്ചിരിക്കുന്ന നിത്യത അത് ദൈവത്തെ അറിയാതെ മരിച്ച പാപികൾക്ക് ലഭിക്കുന്ന നിത്യത ഈ ഭൂമിയിലാണ്, മാറിപ്പോകുവാനുള്ള ഈ ഭൂമിയിലാണ്. എന്നാൽ കർത്താവിൽ വിശ്വസിച്ച് തന്റെ ജീവിതം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് വരുവാനുള്ള പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അവരുടെ നിത്യത 1000 വർഷക്കാലം കഴിഞ്ഞ് 1000 സംവത്സരം കർത്താവിന്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം അവർ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ പ്രവേശിക്കുന്നു. അപ്പൊ അതുകൊണ്ട് 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചം ആവശ്യമില്ല. തീർന്നില്ല. 6-ാമത്തെ പോയിന്റ്, സ്വർഗം മരിച്ച നീതിമാന്മാരുടെ ഭവനമാ. അപ്പൊ മരിക്കുന്ന നീതിമാന്മാർ എത്തുന്ന സ്ഥലമാ. അതെങ്ങനെ നീതിമാന്മാര്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കുന്നവരെ, പുത്രന്റെ മരണത്തിൽ വിശ്വസിച്ച് മരിക്കുന്നവര് അവര് നീതീകരിക്കപ്പെടുകയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 5:1. അപ്പം നീതിമാന്മാർക്ക് വെച്ചിരിക്കുന്ന ഭവനമാണ് സ്വർഗം എന്ന് പറയുകയാണ്. ധന്യനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് രണ്ടാമത്തെ ലേഖനം കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അതിന്റെ 5:1 പറയുകയാണ്, കൂടാരം ആകുന്ന ഞങ്ങളുടെ ഭൗമ്യഭവനം അഴിഞ്ഞുപോയാൽ, അതായത് ഈ ശരീരം ഈ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ്. അത് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചാലും വിശ്വസിക്കാതെ മരിക്കുന്ന മനുഷ്യൻ മരിച്ചാലും എല്ലാം എന്താണ്? മനുഷ്യ, നീ പൊടിയാകുന്നു. നിന്റെ ശരീരം എന്താ? ഈ പൊടിയിലേക്ക് ചേർന്ന് പോകുന്നതാണ്. എന്നാൽ ഈ പൊടി ഈ മണ്ണ് ഈ ശരീരത്തെ തിന്നുകളഞ്ഞാലും കർത്താവിൽ വിശ്വസിച്ച കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച ഒരു വിശുദ്ധൻ, അത് ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണ്.
തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്ത് എഴുന്നള്ളി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും അവരോടൊപ്പം ശേഷിക്കുന്ന നാം അവരോടൊപ്പം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാമും അവനോടൊത്ത് വസിക്കേണ്ടതാകുന്നു. അപ്പൊ കർത്താവിൽ വിശ്വസിച്ച് മരിക്കുന്ന മനുഷ്യന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് കർത്താവ് മധ്യാകാശത്ത് അവനെ ചേർപ്പാൻ വരുമ്പോൾ കർത്താവിന്റെ ആ വരവിന്റെ ശബ്ദം അവൻ കേൾക്കും. മണ്ണായി തീർന്നിരിക്കുന്നവൻ, പൊടിയായി തീർന്നിരിക്കുന്നവൻ കർത്താവിന്റെ വരവെങ്കിൽ രൂപാന്തരപ്പെടുകയും തേജസ്കരിക്കപ്പെടുന്ന ശരീരവുമായിട്ട് അവരെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടും. 7 വർഷക്കാലം പിന്നെ ഈ ലോകം ആഗ്രഹിക്കുന്ന അധിപതിക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കും, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ സാത്താന് ഭരണമാണ് ഈ 7 വർഷം ഈ ഭൂമിയിൽ വെളിപ്പെടുവാനുള്ളതാ. ഒരു ഏകാധിപത്യ ഗവൺമെന്റ് ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുവാൻ വരുന്നു. 7 വർഷക്കാലം ദൈവം അവൻ ഈ ലോകത്തെ വിട്ടുകൊടുക്കുകയാണ്. അന്നും മാനസാന്തരത്തിന്റെ ഇടം നിങ്ങളിൽ ഉണ്ടോ എന്ന് ദൈവം പരിശോധിക്കുന്നുണ്ട്. കാരണം ദൈവം സ്നേഹം തന്നെ എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. പ്രതികൾ ഓർക്കണം. അപ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, സ്വർഗം മരിച്ച നീതിമാന്മാരുടെ ഭവനമാകുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭൗമ്യഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇവിടെ ഇത് ക്ഷയിച്ചു പോകുന്നതാണ്. ഈ ശരീരം മണ്ണിലേക്ക് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ, ജീവനുള്ള മനുഷ്യനെയും മണ്ണിലിട്ട് മൂടിക്കഴിഞ്ഞാൽ അവനും മരിച്ച ഈ ശരീരം ആ മണ്ണിലേക്ക് ചേർന്ന് ലയിച്ചു പോകുന്നതാണ്. എന്നാൽ കർത്താവിൽ വിശ്വസിച്ച് മരിച്ച ഒരു വിശുദ്ധന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന പിന്നെ അവൻ രൂപാന്തരപ്പെടുന്ന ശരീരം, അത് ആർക്കും പൊളിക്കുവാൻ കഴിയാത്തതാണ്. അത് ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്ത തേജസ്കരിക്കപ്പെടുന്ന ശരീരമാണ് അവന് ലഭിക്കുന്നത്. ഓക്കെ, 7ാമത്തെ പോയിന്റ്, സ്വർഗം എല്ലാ വിശ്വാസികളുടെയും ഭാവി ഭവനമാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി ഭവനമാണ്. വെളിപ്പാട് പുസ്തകം 7:9, സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളം നിലയങ്കി ധരിച്ചു കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ കണ്ട ദർശനമാണ്. കർത്താവായ യേശുക്രിസ്തു പുത്രന്റെ രാജ്യത്തില് ഇവിടെ ഭാഷയോ കുലമോ വംശമോ ഒന്നും ഒരു വിഷയമല്ല. ഇന്ന് ഭൂമിയിലെ സകല വംശത്തിലുമുള്ളവര് കർത്താവിൽ വിശ്വസിച്ച ദിനം പ്രതി കർത്താവിനോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞ സകല ജാതികളിലും കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് ഒരു ജാതിയും ഒരു മതവുമില്ല. അവൻ ഒരു വർഗീയതയും വിതയ്ക്കുന്നില്ല. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരെ ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളം നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൽ കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ജയിക്കുന്നവര് കർത്താവിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിൽക്കും. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും.
പ്രതികൾ ഓർക്കണം. എട്ടാമത്തെ കാര്യം, സ്വർഗത്തിൽ മനുഷ്യർക്ക് വാസസ്ഥലമുണ്ട്. ഇതാര് പറഞ്ഞു? കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:1, 2, 3 വേദഭാഗങ്ങൾ നാം വായിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് തന്നെ നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോയി നിങ്ങൾക്ക് ഭവനമൊരുക്കും. കർത്താവിന്റെ ഭവനമൊരുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ നാമത്തില് മാനസാന്തരപ്പെട്ട് പാപമോചനത്തിന് കർത്താവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ ചേർപ്പാൻ കർത്താവ് വരുന്നു. അവർക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നു കർത്താവ്. ഇതെല്ലാം കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തങ്ങളാണ്. കർത്താവ് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ? ഒരിക്കലുമില്ല. അപ്പൊ വിശുദ്ധന്മാർക്ക് ഭവനം ഒരുക്കുവാൻ കർത്താവ് പോയിരിക്കുന്നു. ആ ഭവനം ഒരുക്കിയിട്ട് എൻ്റെ അടുക്കൽ നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ പ്രകാരമുള്ള സ്വർഗം ഇതൊക്കെയാ. ഹൂറിമാരെയും മുത്തുപോലെയുള്ള ബാലകന്മാരെയും ഒന്നും ലഭിക്കുന്നു എന്ന് പറയുന്നതല്ല വിശുദ്ധ ബൈബിളിലെ സ്വർഗം എന്ന് പറയുന്നത്. തേനും പാലും മദ്യവും അതിൻ്റെ എല്ലാം പുഴകളും 72 ഹൂറിമാരും അതെല്ലാം വിശുദ്ധ ബൈബിൾ പ്രകാരം അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ അറയ്ക്കുകയാണ്. പ്രത്യേകം ഓർക്കുക, സ്വർഗത്തിന്റെ 9ാമത്തെ കാര്യം പറയുന്നത് മനുഷ്യൻ കേട്ടിട്ടില്ലാത്തത്, വിശ്വസിക്കാൻ കഴിയാത്തത്. 2 കൊരിന്ത്യർ 12:3, 4, 5 ധന്യനായ പൗലോസ് അതിനെക്കുറിച്ച് ഒന്ന് പറയുകയാണ്. ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. അപ്പൊ മനുഷ്യന് ഉച്ചരിപ്പാൻ കഴിയാത്തതും ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. പുതിയ ഭാഷ അവിടെ സംസാരിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് തന്നെ പറയുകയാണ്. 10ാമത്തെ കാര്യം പറയുന്നത് സകല അധികാരങ്ങളെക്കാൾ വളരെ ഉയർന്ന ഇടമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത് സകല അധികാരങ്ങൾക്കും മുകളിലുള്ളതാണ്. ഈ ഭൂമിയിലെ ഒരു അധികാരത്തെയും അതിനോടൊന്നും ബന്ധിപ്പിക്കേണ്ട. പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോൾ ഭാഷകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം അവനായിക്കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവനും സകലത്തിനും ആധാരമായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്.
അപ്പോൾ ഇത് സകല അധികാരങ്ങൾക്കും ഉയരത്തിലുള്ളതാണ്. യശയ്യാവിന്റെ പുസ്തകം 14 12 13 14 നാം വായിക്കുമ്പോൾ, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്നും വീണു. ദൈവത്തിന്റെ ദൂതനായിരുന്നു ലൂസിഫർ. അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിച്ചു. അവന്റെ വീഴ്ചയെക്കുറിച്ചും അവന്റെ താഴ്ചയെക്കുറിച്ചും പ്രവാചകൻ എഴുതിയിരിക്കുകയാണ്. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്നും വീണു. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഇപ്പൊ സ്വർഗം എന്ന് പറയുന്നത് മേഘങ്ങൾക്ക് മീതെ, നക്ഷത്രങ്ങൾക്ക് മീതെ, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറുമെന്ന് അവൻ പറഞ്ഞു. അപ്പൊ അതിൽ നിന്നും സ്വർഗം ഏറ്റവും ഉയർന്നിടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിള് സ്വർഗം എന്ന് പറയുന്നത് വ്യക്തമായ തിരുവചനങ്ങളെ തന്നുകൊണ്ട് തന്നെയാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സ്വർഗമുണ്ട്, നരകമുണ്ട്, പാതാളമുണ്ട്. പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പാതാളമുണ്ടോ? അതെങ്ങനെയാണ്? എവിടെയാണ്? പാതാളം ഭൂമിയിൽ തന്നെയാണ്, ഭൂമിക്ക് താഴെയാണ്, അതിലൊരു സംശയവുമില്ല. ഒത്തിരി തെളിവുകൾ തിരുവചനത്തിൽ തന്നെ തന്നിട്ടുള്ളത് കൊണ്ട് വ്യക്തമായി തന്നെ അതിനെക്കുറിച്ച് പറയുവാൻ നമുക്ക് കഴിയും. കാരണം പാതാളം എന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെയാണ്. മനുഷ്യൻ പാതാളത്തിലേക്ക് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പോകുന്നു എന്നാണ് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പെട്ടെന്ന് പോകുന്ന ഞൊടിയടിക്കിടയിലാണ് ആ പാതാളത്തിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നത്. സംഖ്യാപുസ്തകം 16 30 മുതൽ 33 വരെ വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, അവിടെ മോശയോടും അഹരോനോടും എതിർക്കുന്ന ഒരു സംഘത്തെ നാം കാണുകയാണ്. നേതൃത്വത്തിന് എതിരായിട്ട്, മോശയും അഹരോനും എതിരായിട്ട് ഉയർന്നു വന്ന ഒരു ഉയർച്ചയെ എത്രയും പെട്ടെന്ന് ദൈവം പാതാളത്തിലേക്ക് അഴയ്ക്കുന്നത് അവിടെ പറയുകയാണ്. മോശ അവിടെ പറയുന്ന കാര്യം ഇതാണ്. മോശ പറഞ്ഞു, എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കും. സംഖ്യാപുസ്തകം 16 മുതൽ, ഭൂമി വായ് പിളർന്ന് അവരെയും, ആരെ? കോരഹ്, ദാൻ, അബിരാമ്, ഓൻ, അവരുടെ സകലത്തെയും വിഴുങ്ങിക്കളയും. അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചുവെന്ന് നിങ്ങൾ അറിയൂ. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായ തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയ്ക്കുകയും അവർ സഭയുടെ ഇടയിൽ നിന്നും നശിക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ ജനത്തോട് ചോദിച്ചാൽ അവർ പറയും പാതാളമുണ്ടെന്ന്, അവർ പറയും സ്വർഗമുണ്ട് എന്നും പാതാളമുണ്ട് എന്നും അവർ പറയും. അവർക്കറിയാം. അപ്പൊ പാതാളം എന്ന് പറയുന്നത് ദുഷ്ടന്മാരെത്രയും പെട്ടെന്ന് കടന്നു ചെല്ലുന്ന സ്ഥലമാണ്. അവിടെ മോശ പറഞ്ഞതുപോലെ ദൈവം ഒരു അടയാളം ഇവിടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഭൂമി പിളർന്ന ഈ 4 പേരും അവർക്കുള്ള എല്ലാവരും ഒന്നിച്ച പാതാളത്തിലേക്ക് ജീവനോടെ ഇറങ്ങിപ്പോയെന്നാണ് അവിടെ നാം വായിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മനുഷ്യരെ പാതാളത്തിലേക്ക് ബലമായി അഴയ്ക്കുന്നു. ആർക്കാ പാതാളത്തിൽ പോകുവാൻ
താല്പര്യമുള്ള ആർക്കുമില്ല. എന്നാൽ ദുഷ്ടനെ ദൈവം ബലമായി അവിടേക്ക് അഴയ്ക്കുകയാണ്. യശയ്യാവ് 5:14-15. അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വാ പിളർന്നിരിക്കുന്നു. അപ്പോൾ പാതാളത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വാ പിളർന്നിരിക്കുകയാണ്. കാരണം പാതാളത്തിയിട്ടുള്ള വാതിൽ വിശാലമാണ്, അതിലൂടെ കടന്നു പോകുന്നവരനേകരാ. അതുകൊണ്ട് അതിൻ്റെ വായും വലുതാ. പ്രവാചകൻ പറയുന്ന അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായിരിക്കുക. കാരണം കർത്താവിൽ വിശ്വസിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഈ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വളരെ ചുരുക്കമാണെന്നേ. അപ്പൊ വിശ്വസിക്കുന്നവർ രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ. എന്നാൽ ഈ സുവിശേഷം മാറി മാറി കേട്ടിട്ടും വിശ്വസിക്കാതെ മറുതലിച്ച് നിൽക്കുന്നവര്, അവർക്ക് വേണ്ടിയിട്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വാ പിളർന്നിരിക്കുന്നു. അവരുടെ മഹിമയും അവരുടെ ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പൊ ഞങ്ങൾ നരകത്തിലേക്ക് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് പൊക്കോളാമെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ്. അവരുടെ എണ്ണം പറയുവാൻ സാധിക്കുമോ? അവർ ചെന്നാൽ അവിടെ സ്ഥലം കിട്ടാതെ ഒന്നും വരികയില്ല കേട്ടോ. തൊണ്ട തുറന്ന് വിസ്താരമായി വാ പിളർന്നിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. അവരുടെ ഭൂമിയിലെ മഹിമയും ആരവവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത് പാതാളത്തെക്കുറിച്ച് പറയുന്നത് അത് അഗ്നി ഉള്ള ഇടമാണ്. അത് അഗ്നി ജ്വലിക്കുന്നിടമാണ്. വലിയ സുഖമൊന്നും അല്ലട്ടോ. ഭൂമിയിൽ ദൈവം തന്ന ആയുസ്സിലെ കർത്താവിനെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുവാൻ നിനക്ക് അവസരമുണ്ടായിട്ടും മറുതലിപ്പോടുകൂടി കർത്താവിനെ തള്ളിക്കളയുമ്പോൾ നീ കടന്നു ചെല്ലുന്ന ഇടത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു, അഗ്നി ജ്വലിക്കുന്ന ഇടമാണ്. ആവർത്തനം 22:22. എന്റെ കോപത്താൽ തീ ജ്വലിക്കുന്ന പാതാളത്തിന്റെ ആഴത്തോളം കത്തും. അപ്പൊ അതിന്റെ ആഴം എത്രയെന്ന്, പാതാളം എന്ന വാക്കിന് അർത്ഥമെന്ന് പറയുന്നത് വാക്കന്ത്രമെന്നും അടിയില്ലാത്ത കിണറെന്നുമാണ് ആ വാക്കിനർത്ഥം. അതന്നെ ഇവിടെ പറയുന്നത്, എന്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിന്റെ ആഴത്തോളം കത്തും. സ്വപുത്രനെ യാഗമാക്കി തന്ന പിതാവ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച പിതാവ് ആര് ഈ പുത്രനിൽ വിശ്വസിച്ച് ആ നരകത്തിന്റെ ഭയാനകമായ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും മറുതലിച്ച ആ അഗ്നിയിലേക്ക് ചെന്ന് വീഴുവാൻ വെമ്പൽ കൊള്ളുന്ന കോടാനുകോടി ജനങ്ങളെ നാം ഇവിടെ കാണുകയാണ്. എന്റെ കോപത്താൽ തീ ജ്വലിച്ച പാതാളത്തിന്റെ ആഴത്തോളം കത്തും. ഭൂമിയെയും അതിന്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെയും കരിച്ചു കളയുമെന്ന്. ദൈവകോപത്തില് അതുകൊണ്ടാണല്ലോ ഒരു എക്സാമ്പിൾ ആണല്ലോ ഈ അഗ്നിപർവ്വതം എന്നെല്ലാം പറയുന്നത്. വിദ്യാഭ്യാസമില്ലെങ്കിലും ധന്യനായ പത്രോസ് പറഞ്ഞതുപോലെ ഭൂമിക്കടിയില് അഗ്നി തിളച്ചു മറിയുകയാണ്, ലാഭകൾ തിളച്ചു മറിയുകയാണ്. അപ്പോൾ അതിന്റെ ഉഷ്ണം എന്തുമാത്രമുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. നാലാമത്തെ കാര്യം, ദുഃഖമുള്ളിടമാണ് പാതാളം എന്ന് പറയുന്നത്. അവിടെ ചെന്ന് പെടുന്നവന്
പിന്നെ അവൻ്റെ നിത്യത മുഴുവൻ ദുഃഖത്തിൻ്റെ ഒരിടമാണ്. രക്ഷപ്പെടുവാൻ അനേക അവസരങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും തള്ളിക്കളഞ്ഞ ആ നരകത്തെ പുൽകിയ ഇതോർത്ത് ദുഃഖിക്കുന്ന ഇടമാണ് എന്ന് തിരുവചനം പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16:27 മുതൽ 31 വരെയും കർത്താവ് പറയുന്ന ഉപമ, ധനവാനായ മനുഷ്യനും ലാസറും എന്ന ഒരു മനുഷ്യനെയും കുറിച്ച് കർത്താവ് സ്വർഗവും നരകവും തമ്മിൽ അല്ലെങ്കിൽ പാതാളവും തമ്മിലുള്ള അത് ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ്. അതായത് ദുഃഖമുള്ളിടം, നഷ്ടപ്പെട്ടു പോയവർക്ക് ആത്മാവിനെ നേടാമായിരുന്നു എന്ന ബോധവും ദുഃഖവുമുള്ളിടം. അവിടെ ചെന്നിട്ട് പിന്നെ അനുതപിച്ചുകൊണ്ടോ നിലവിളിച്ചുകൊണ്ടോ ഉറക്ക കരഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമില്ല എന്ന്. അതുകൊണ്ട് തന്നെ തിരുവചനം പറയുകയാണ്, ദുഃഖമുള്ളിടമാണ്. നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ നേടാൻ അവസരമുണ്ടായിട്ടും അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദുഃഖിക്കുന്ന ഇടം. അതുകൊണ്ട് ആ ധനവാൻ പറഞ്ഞത്, പിതാവേ, ലാസറിനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് അടയ്ക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. പിതാവേ, മരിച്ചവരിൽ നിന്നും ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ നരകത്തിൽ പോയ അല്ലെങ്കിൽ പാതാളത്തിൽ പോയ ഒരുവൻ വന്നേച്ചും പറഞ്ഞാൽ അനേകരും മാനസാന്തരപ്പെടും. ആ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരുവനുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവന്റെ വാക്കും നിങ്ങൾ കേൾക്കാതെ തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് ഇനി ശിക്ഷാവിധി അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. 5-ാമത്തെ പോയിന്റ്, പ്രഭുക്കന്മാർ തങ്ങളുടെ പരാജയം സമ്മതിക്കുന്ന സ്ഥലമാണ് പാതാളം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്തും കൽപ്പിക്കുവാനും എത്ര പേരെ കൊല്ലുവാനും അധികാരമുള്ള രാജാക്കന്മാര്, ഭരണാധികാരികളെല്ലാം തങ്ങളുടെ പരാജയം സമ്മതിക്കുന്ന ഇടമാണ് നരകം. കാരണം അവിടെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അവൻ്റെ ഒരു അധികാരവുമില്ല. അവിടുത്തെ നരകാഗ്നി അവനെ ചുട്ടിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പരാജയം മുഴുവൻ അവൻ സമ്മതിക്കുന്ന ഒരിടമാത്. യെശയ്യാവിന്റെ പുസ്തകം 14:9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ, നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. ഇവിടെ കിടന്ന് അധികാരം കൊണ്ട്, കർത്തൃത്വങ്ങളും അധികാരങ്ങളും ദൈവത്താൽ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആക്കി വെച്ചോടത്ത് വിശ്വസ്തനൊന്നും ആകാതെ ബോധിച്ചു പോലെ ജീവിച്ച സകല രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുകയാണ്. ഭൂമിയെ വിറപ്പിച്ച ഭരണാധികാരിയെ എതിരേൽപ്പാൻ നരകം എന്താണ്? എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്നും എഴുന്നേൽപ്പിക്കും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്നെ ഇവിടെ എത്ര പേര് സ്തുതിച്ചു, നിനക്ക് എത്ര ആരാധകരായിരുന്നു. നീ ചെല്ലുന്നവർക്കെല്ലാം പുഷ്പങ്ങൾ വിതറിക്കൊണ്ട് നിന്നെ ആഘോഷമായിട്ട് ആനയും അമ്പാരിയും എല്ലാമായിട്ട് എതിരേറ്റവര് ഇന്ന് അവരെല്ലാം എവിടെയാ? നിന്റെ കീഴെ പുഴുക്കൾ വിരിച്ചിരിക്കുന്ന കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. അപ്പൊ നീ ചെല്ലുന്ന ഇടത്ത് കെടാത്ത തീയും ചാകാത്ത പുഴുവുമായിരിക്കുന്നിടത്തേക്ക് നീ ചെല്ലുമ്പോൾ അവിടെ നിന്നെ എതിരേൽക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവുമായിരിക്കും. ഇവിടെ മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ, മനുഷ്യരെ സന്തോഷിപ്പിക്കുവാൻ, മനുഷ്യരുടെ ആരാധകരായി തീരുവാൻ ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതം സുഖിച്ച് പുളച്ച സമൃദ്ധിയിലെല്ലാം ജീവിച്ച
തന്നെ തന്നെ മറന്ന് ജീവിച്ച അവന്റെ അന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ അവന് ലഭിക്കുവാനുള്ളതിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആറാമത്തെ കാര്യം, അഹങ്കാരികൾക്ക് ഉള്ള ഒരു ഇടമാണ് പാതാളം എന്ന് പറയുന്നത്. ഈ ലോകത്ത് ദൈവത്തോട് അഹങ്കരിക്കുന്ന, മറുതലിച്ചു നിൽക്കുന്ന അഹങ്കാരികൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഇടമാ പാതാളം. ദൈവം നീതിമാന. സ്വന്തം പുത്രനെ തന്നുകൊണ്ട് ഈ ലോകത്തിലെ സകല മനുഷ്യവർഗത്തിനും, അതിൽ ജാതിയില്ല, വർണ്ണവ്യത്യാസങ്ങളില്ല, ഭാഷയില്ല, കുലമില്ല, ഒന്നുമില്ല, സകല മനുഷ്യർക്കും രക്ഷയ്ക്കായിട്ട് തൻ്റെ ഏകപുത്രനെ യാഗമാക്കി തന്ന പിതാവ് ആരോടും അനീതി ചെയ്തിട്ടില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ട്? നീതിയുണ്ട്. അവൻ നിത്യജീവനിലേക്ക് കടക്കുന്നു. ആ പുത്രനിൽ തന്നിട്ട് അവനിൽ വിശ്വസിക്കാതിരിക്കുന്നവന് ശിക്ഷ കൊടുത്തേ മതിയാകൂ. അത് ദൈവത്തിന്റെ നീതിയാ. അപ്പോൾ അഹങ്കാരികൾക്ക് ഉള്ള ഇടമെന്ന് മത്തായിയുടെ സുവിശേഷം 11:23, നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിലും നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിലനിൽക്കുമായിരുന്നു. അപ്പൊ അഹങ്കരിക്കുന്ന എല്ലാവർക്കും ദൈവം എന്തൊരുക്കിയിരിക്കുന്നു? പാതാളം ഒരുക്കിയിരിക്കുകയാണ്. പിന്നെയും യെഹെസ്കേലിന്റെ പുസ്തകം അതിന്റെ 31:14 മുതൽ വായിക്കുമ്പോൾ കാണുകയാണ്, പാതാളം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ അധോഭാഗങ്ങളിലാണ്. അപ്പൊ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു വിശുദ്ധ ബൈബിള്. അത് ഭൂമിയുടെ അധോഭാഗങ്ങളിലാണ്. ഭൂമിയിൽ വെള്ളം ചെന്ന് നിൽക്കുന്ന ആ പ്രതലം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാ. ഒരിക്കൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സകല ബലശാലികളും തങ്ങളുടെ ഉയർച്ചയെങ്കിൽ നിഗളിച്ചു നിൽക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ അവരെ ഒക്കെയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുഴിയിൽ ഇറങ്ങുന്നവരോടുള്ള ഭൂമിയുടെ അധോഭാഗത്ത് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് ഭൂമിയുടെ അധോഭാഗത്താണ്. പാതാളത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അധോഭാഗത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വ്യക്തമായ മറുപടിയുണ്ട്. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന്റെ മരണം. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മരിക്കുന്നവൻ, അവൻ മരിക്കുകയും അവന്റെ ശരീരം ഈ ഭൂമിയിലേക്ക് അടക്കം ചെയ്യുകയും അവന്റെ ഉള്ളിലുള്ള ആത്മാവ് അത് എവിടേക്കാണ്? അത് ധനവാൻ കടന്നു ചെന്ന് ആ യാതന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയും ചെയ്യും. എട്ടാമത്തെ പാതാളം എന്ന് പറയുന്നത് കുഴിച്ചു ചെല്ലുവാൻ കഴിയാത്തൊരിടമാണ്. ഒരു മനുഷ്യനും കുഴിച്ച് ഇനി പാതാളം കണ്ടുപിടിക്കാൻ കുഴിച്ചു ചെല്ലാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. വിശുദ്ധ ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നു. പാതാളം അഗാധമായത്. യോബിന്റെ പുസ്തകത്തില് എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്തറിയാം? അതിന്റെ ആഴം ആർക്കറിയാം? അപ്പൊ അത് ഒരു മനുഷ്യന് കുഴിച്ചു ചെല്ലാവുന്ന ഒരു ഇടമല്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേക ഓർക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം എന്ന് യേശു അവകാശപ്പെട്ടു. വളരെ സുപ്രധാനമായ ഒരു അവകാശവാദമായിട്ടാണ് അവർ ഇതിനെ കണ്ടത്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന കേവലം ഒരു മനുഷ്യനോ പ്രവാചകനോ ആയിരിക്കാൻ ന്യായമില്ല ഇവർ ഈ അവകാശവാദം ഉന്നയിക്കുമ്പോൾ. അതുകൊണ്ട് അവർ അവനെക്കുറിച്ച് ആവലാതി പറഞ്ഞതല്ലാതെ അവന്റെ വാക്കുകളിൽ അവർ വിശ്വസിച്ചില്ല. യഹൂദന്മാർ പിറുപിറുത്തു, ഇവൻ ജോസഫിന്റെ മകനല്ലയോ? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നെന്നൊക്കെ ഇത് ആരോടായി പറയുന്നത്? എടാ കൊച്ചേ, നിന്നെ ഞങ്ങൾക്കറിയില്ലേ? നീ ജോസഫിന്റെയും മറിയയുടെയും മകനല്ലേ? ആ തച്ചനായ ജോസഫിന്റെ മകനല്ലേ? നീ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അവർ പെറുപെറുത്തു എന്നാണ് അവിടെ നാം കാണുന്നത്. കർത്താവിന്റെ അപ്പം തിന്ന് തൃപ്തരായവരാണ്, കർത്താവിന്റെ അത്ഭുതം കണ്ടവരാണ്,
അപ്പം ഞങ്ങളും കർത്താവിനെ ആണ് അറിയുന്നവരാണ് എന്ന് പറയുന്നവരെല്ലാം ചെല്ലുന്ന ഇടമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതിൻ്റെ 6:42 കൂടെ നാം വായിക്കുമ്പോൾ യേശു ജോസഫിന്റെ പുത്രനാണെന്നവർ അനുമാനിച്ചു. ക്രിസ്തുവിന്റെ കന്യകാജനത്തെ വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് നിമിത്തം അവർ ഇരുട്ടിലേക്കും അവിശ്വാസത്തിലേക്കും തള്ളപ്പെട്ടു. ക്രിസ്തുവിന്റെ കന്യകാജനത്തെ നിരാകരിക്കുന്ന അവർ വാസ്തവത്തിൽ യേശുവിന്റെ ആളത്വത്തെയും രക്ഷണ പ്രവൃത്തിയും നിരാകരിക്കുവാൻ നിർബന്ധിതരായിത്തീരുകയാണ്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകും. എന്നെ ഭക്ഷിക്കുന്നവർ അവർക്ക് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എന്ന് നാം ചിന്തിച്ചത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-41 വേദഭാഗങ്ങളാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. എന്താണ് സ്വർഗം? എന്താണ് പാതാളം? സ്വർഗം എന്നത് വിശുദ്ധ ബൈബിളിൽ ആകമാനം 222 പ്രാവശ്യവും, സ്വർഗരാജ്യം എന്നത് 32 പ്രാവശ്യവും, ദൈവരാജ്യം എന്നത് 68 പ്രാവശ്യവും, നരകം എന്നത് 17 പ്രാവശ്യവും, പാതാളം എന്നത് 76 പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാക്കോബ് സ്വർഗീയ ദർശനം കണ്ടവനാണ്. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിമേൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് യാക്കോബ് അവകാശപ്പെടുകയാണ്. അപ്പോൾ സ്വർഗീയ ആ ദർശനത്തെ യാക്കോബ് കണ്ടു. യെശയ്യാവിൻ്റെ പുസ്തകം 6:1 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്ന കർത്താവ് ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പലുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന 2-ാമത്തെ യെശയ്യാവ് എന്ന പ്രവാചകൻ സ്വർഗീയ ദർശനം കണ്ടു. സ്തേഫാനിയോസ് എന്ന മനുഷ്യൻ കർത്താവിൻ്റെ സുവിശേഷത്തെ പ്രതി കല്ലെറിഞ്ഞ് അവനെ കൊല്ലുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. 3-ാമത് മനുഷ്യ ശരീരത്തിലിരിക്കുന്നവർ കണ്ടു. അതുപോലെ പത്മോസ് ദ്വീപിലേക്ക് തള്ളപ്പെട്ട യോഹന്നാൻ ഇപ്രകാരം തൻ്റെ പുസ്തകത്തിൽ എഴുതുകയാണ്, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ശബ്ദം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-2. അപ്പോൾ സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും പാതാളമുണ്ട് എന്നും വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തോട് ആസ്പദമാക്കി നാം അതിനെക്കുറിച്ചാണെന്ന് ചിന്തിച്ചത്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിൻ്റെ മുഖത്ത് അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് വളരെ അതിപ്രധാനമായ ഒരു വിഷയം ഞങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവമൊരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്ക് നന്ദി പറയുന്നു. അനേകർ കർത്താവേ ഈ ക്ലാസ് കേൾക്കുവാനും മനസ്സിലാക്കുവാനും അനേകർ കർത്താവിലേക്ക് കർത്താവെ മാനസാന്തരപ്പെട്ട് കടന്നു വരുവാനുമെല്ലാം ദൈവമേ ഇത് മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ മീഡിയയും ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, താങ്ക് യു.